ലണ്ടനിൽ യുദ്ധാനന്തരം 50കളിലും 60കളിലും വേഗതയും സ്വാതന്ത്ര്യവും തേടുന്ന യുവാക്കളുടെ ഇടയിലായിരുന്നു ഇങ്ങനൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. റോഡരികിലെ കഫേയിൽ ഒത്തുകൂടിയ യുവ റോക്കർ ഉപസംസ്കാരങ്ങൾ, അങ്ങനെയാണ് അതിനെ വിശേഷിപ്പിച്ചിരുന്നത്. ഒരു കഫേയിൽ നിന്ന് അടുത്തതിലേക്കുള്ള ആസ്യവും അതിവേഗവുമായ പാതയിലൂടെ പരസ്പരം മറികടക്കാൻ അവരുടെ സ്റ്റാൻഡേർഡ് മോട്ടോർ സൈക്കിളുകളെ പരിഷ്കരിക്കണമായിരുന്നു. എന്നാൽ യുദ്ധാനന്തര ഗ്രേറ്റ് ബ്രിട്ടനിൽ യുവ റൈഡേഴ്സിൻ്റെ പക്കൽ പരിമിതമായ ഫണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഫാക്ടറി മോട്ടോർ സൈക്കിളുകൾ ഭാരമേറിയതും ചിലവേറിയതുമായതിനാൽ യുവ റൈഡേഴ്സ് സ്വന്തം ഷെഡുകളിൽ വെച്ച് തന്നെ സ്വയം ബൈക്കുകൾ പരിഷ്കരിക്കാൻ ആരംഭിച്ചു. ദ ടേൺ അപ്പ് ഗോൾ. ടോൺ എന്ന പദം 100 എന്നതിൻ്റെ ക്ലാസിക് ബ്രിട്ടീഷ് സ്ലാങ്ങാണ്. അതായത് മണിക്കൂറിൽ 100 മൈൽ വേഗത കൈവരിക്കുകയോ അതിലധികമോ ആവുകയോ ചെയ്യുക. അതിനായി മോട്ടോർ സൈക്കിളുകളിൽ ചില പരിഷ്കാരങ്ങൾ അവർക്ക് ആവശ്യമായി വന്നു. അതിൻ്റെ ഭാഗമായി ഭാരം കുറയ്ക്കാൻ അവർ ഫെൻഡറുകളും മിററുകളും പോലെ കുറച്ച് ആക്സസറീസ് ഊരി മാറ്റി. എയറോഡൈനാമിക് പ്രവർത്തനം സുഗമമാക്കാൻ ഹാൻഡിൽ ബാറുകൾ താഴ്ത്തിവെച്ചു. വളഞ്ഞ റേസിംഗ് പൊസിഷന് വേണ്ടി ചെറിയ അലുമിനിയം ഇന്ധന ടാങ്കുകൾ സ്ഥാപിക്കുകയും ഫുഡ് പെക്കുകൾ പിന്നിലേക്ക് മാറ്റിവെക്കുകയും ചെയ്തു. ഈ സംസ്കാരത്തിൻ്റെ രീതി റൈഡർമാർ പലപ്പോഴും ഒരു നിശ്ചിത ടേൺ അറൗണ്ട് പോയിന്റിലേക്ക് ഓടുകയും കൂട്ടുകാരുമൊത്ത് കുറഞ്ഞ സമയം കോഫിയെല്ലാം കുടിച്ച് സൗഹൃദ ചർച്ചകൾ പങ്കിട്ട് കഫേയിൽ നിന്നും മടങ്ങുകയും ചെയ്യും. ഇവരുടെ മോട്ടോർ സൈക്കിളുകൾ പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം സങ്കര ഇനങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ ഉയർന്ന തലത്തിലുള്ള മെക്കാനിക്കൽ ചാതുര്യത്തിനായി ശ്രമിച്ചതിൻ്റെ പരിണിത ഫലമായിട്ടാണ് വിഖ്യാതമായ ട്രൈറ്റൺ ആൻഡ് ട്രിപ്സ മോട്ടോർ സൈക്കിളുകൾ പിറവിയെടുക്കുന്നത്. ട്രൈറ്റൺ നോർത്തേൺ ഫെദർബെഡ് മോട്ടോർ സൈക്കിളിൻ്റെ ചേസിലേക്ക് ട്രാംഫിൻ്റെ പ്രീ യൂണിറ്റ് ട്രാംഫ് 650 ട്വിൻ ഹൗസ്ഡ് എൻജിൻ സോപ്പ് ചെയ്ത് വെച്ചതും ട്രിപ്സ BSA A10 ആൻഡ് A65 മോട്ടോർ സൈക്കിളിൻ്റെ ചേസിലേക്ക് ട്രാംഫിൻ്റെ തന്നെ 650 ട്വിൻ ഹൗസ്ഡ് എൻജിൻ സോപ്പ് ചെയ്ത് വെച്ചതും അത് അവരുടെ ബൈക്കുകൾക്ക് ഒരു പ്രത്യേക രീതിയും ഊർജവും നൽകി. ഈ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമായി കട്ടിയുള്ള സൈനിക ലെതർ ജാക്കറ്റുകൾ, ഏവിയേറ്റർ ഗ്ലൗസുകൾ, ഹെവി ഡ്യൂട്ടി ബൂട്ടുകൾ, ഹാഫ് ഹെൽമെറ്റും ഗ്ലൗസും അണിഞ്ഞ് റൈഡർമാർ കടുപ്പമേറിയതും പരുക്കൻ സൗന്ദര്യശാസ്ത്രത്തിനും തുടക്കമിട്ടു. സൂപ്പർ ബൈക്കുകളുടെ കടന്നുവരവോടെ കഫേ റേസിംഗ് എന്ന സംസ്കാരത്തിൻ്റെ സുവർണകാലം മങ്ങിയെങ്കിലും അധികം വൈകാതെ തന്നെ ഇത് ലോകമെമ്പാടുള്ള യുവാക്കൾ ഏറ്റെടുത്തോടെ ആ ശൈലി ഒരിക്കലും അപ്രത്യക്ഷമായില്ല. ട്രാംഫ് മോട്ടോർ സൈക്കിൾ, റോയൽ എൻഫീൽഡ് തുടങ്ങിയ പ്രമുഖ നിർമ്മാതാക്കൾ ഇപ്പോൾ ആധുനിക ഫാക്ടറി നിർമ്മിത കഫേ റേസുകൾ നിർമ്മിക്കുന്നു. ഇത് വിൻറ്റേജ് റബൽസിനും സമകാലിക എഞ്ചിനീയറിങ്ങിനും ഇടയിലുള്ള വിടവ് നികത്തുന്നു. ഇപ്പോൾ ഇന്ത്യയിലും കേരളത്തിലെ യുവാക്കൾക്കിടയിൽ പോലും ഈ കൾച്ചർ അലയടിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സൗന്ദര്യമേറിയതും സ്വാതന്ത്ര്യവുമായ ഈ റൈഡിംഗ് കൾച്ചർ കേരളത്തിലും ഉടലെടുക്കുന്നു. ഇന്നും തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്നും ജോലികളിൽ നിന്നും കോഫി കുടിക്കാനെന്ന പ്ലാനിൽ ദൂരങ്ങൾ താണ്ടി ഹൈവേയിലൂടെ കുതിക്കുമ്പോൾ എതിരെ വരുന്ന കാറ്റ് നെഞ്ചിലൂടെ തൈകി ഇരു കൈക്കോണിലൂടെ ഒഴുകുമ്പോൾ ശരീരത്തിന് കുളിരണിയുന്നതോടൊപ്പം മനസ്സും ശാന്തമാകുന്നു.
അവരുടെ യഥാർത്ഥ ലക്ഷ്യം കോഫിയോ എത്തിപ്പെടുന്ന സ്ഥലങ്ങളോ അല്ല, തൻ്റെ മോട്ടോർ സൈക്കിളുമൊത്ത് പരസ്പരം ഓവർടേക്ക് ചെയ്തും ഒരുമിച്ചും ഒരേ സ്പീഡിൽ കൂട്ടുകാരുടെ കൂടെയുള്ള യാത്ര മാത്രമാണ്. അതിൽ വല്ലാത്തൊരു സ്വാതന്ത്ര്യം അവർ ആസ്വദിക്കുന്നു.